മണ്ണിലെ മനുഷ്യനോട് ദൈവം എന്നും ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക കാൽവരി മലയിലെ ക്രിസ്തുവിൻ്റെ കുരിശിലൂടെയാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് വ്യക്തമായ ഉത്തരം പകർന്നു തരുന്നു. എല്ലാം പൂർത്തിയായി എന്നുച്ചരിച്ച് ആ കുരിശിൽ തലചായ്ച്ച് മൗനം പാലിക്കുമ്പോൾ നമ്മുടെ പല മൗന നൊമ്പരങ്ങൾക്കും കുരിശ് ആശ്വാസവും അനുഗ്രഹവും കരുത്തും കൃപയുമൊക്കെ ആയിത്തീരുന്നു. ആ കുരിശിനെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ പ്രഥമവും പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ്. ആ ദൈവസ്നേഹത്തിൽ നിന്നും നാം പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഒന്നാമതായി കുരിശ് സ്നേഹത്തിൻ്റെ പാഠം നമുക്ക് പറഞ്ഞു തരുന്നു. രണ്ടാമതായി ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ജീവിതത്തിലേക്ക് നൽകുക കുരിശാണ്. കുരിശ് നമ്മുടെ ദുഃഖങ്ങൾക്കും നൊമ്പരങ്ങൾക്കും രോഗങ്ങൾക്കുമെല്ലാം സൗഖ്യം പകരുന്നു. മൂന്നാമതായി കാൽവരിയിലെ കുരിശ്, ആ കുരിശിൽ ചിന്തിയ രക്തം നമുക്ക് വിമോചനം പകർന്നു തരുന്നു, ഒരു പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. മിക്കവാറും ഒരു ചിത്രം നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ചിത്രത്തിന് കീഴിലുള്ള ഒരു വാക്യവും, ഐ ആസ്ക്ഡ് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ? ഞാൻ ക്രിസ്തുവിനോട് ചോദിച്ചു, അങ്ങ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഹീ സ്ട്രെച്ച്ഡ് ഹിസ് ആംസ് ഓൺ ദ ക്രോസ് ആൻഡ് ഡൈഡ്. അവിടുന്ന് ആ കുരിശിലേക്ക് കൈകൾ വിരിച്ച് തലചായ്ച്ച് മരണമടഞ്ഞു. അത്രമാത്രം കുരിശോളം ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ ആഴം നമ്മെ ക്രിസ്തുവിൻ്റെ കുരിശ് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ആ കുരിശിൽ കിടന്ന് പറഞ്ഞ അതേ നാഥൻ ഉത്ഥാന അനന്തരം ശിഷ്യന്മാരോട് പറയുക, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ കുരിശും അവിടുത്തെ സന്തത സാന്നിധ്യവും നമുക്ക് സ്നേഹവും കരുത്തും പകർന്നു തരുന്നു. കുരിശിൽ സ്നേഹത്തിൻ്റെ ഒരു പുതിയ ഭാഷ്യം നാം പഠിക്കുന്നു. അതിൽ നിന്ന് നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ സ്നേഹവും ത്യാഗവും സ്വീകരിക്കുവാനുള്ള പുതിയ ഒരു കരുത്ത് ആർജിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബന്ധുവായ ഒരു ലില്ലി ചേച്ചി എനിക്കറിയാം. വർഷങ്ങളായി ഒരു വശം തളർന്ന് ഭവനത്തിലാണ്. ഒരു എൻജിനീയർ കൂടിയായ ഭർത്താവ് ബാബു തൻ്റെ ജീവിതം ഈ ഭാര്യയുടെ പരിചരണത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. കാൽവരിയിലെ കുരിശ് ആ മനുഷ്യന് കരുത്തു നൽകുന്നു. ഒരു ബെറ്റി ടീച്ചറിനെ എനിക്കറിയാം. പാരാലിസിസ്, പാർക്കിൻസൺസ്, ഇങ്ങനെ 2 അസുഖം ഒരുമിച്ച് ബാധിച്ചിരിക്കുന്ന വളരെ അപൂർവമായ ഒരു രോഗം. അങ്ങനെ അരയ്ക്ക് താഴെ തളർന്നു. അതേപോലെ തന്നെ കൈകൾക്കും പ്രയാസമുണ്ട്. ബെറ്റി ടീച്ചറിൻ്റെ ഭർത്താവ് ജോസ്
എന്നും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സമയം മുഴുവൻ ഭാര്യയുടെ പരിചരണത്തിന്, അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ അകറ്റുന്നതിന് സമർപ്പിക്കുന്നു. ജോസ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എനിക്ക് കരുത്ത് നൽകുന്നു, കുരിശ് എനിക്ക് സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നു എന്ന്. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതം, അവളുടെ ജീവിതം സങ്കടങ്ങളും കുരിശുകളും ആത്മനൊമ്പരങ്ങളും നിറഞ്ഞതായിരുന്നു. അവൾ പറയുമായിരുന്നു, കർത്താവ്, എനിക്കറിയാം എന്തുകൊണ്ട് വളരെ കുറച്ച് ആത്മസുഹൃത്തുക്കൾ നിനക്കുള്ളത്. കാരണം നിന്നെ സ്നേഹിച്ചാൽ നിന്നെപ്പോലെ തന്നെ ആ കാൽവരിയിലെ കുരിശുകൾ ആ സ്നേഹിതരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൾക്ക് നൊമ്പരമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ക്ലേശങ്ങൾ നിറയുമ്പോൾ പറയുമായിരുന്നു, കർത്താവിൻ്റെ കയ്യിലെ ഒരു കളിപ്പന്ത് പോലെയാണ് എൻ്റെ ജീവിതം. അങ്ങനെ കുരിശുകൾ നിറഞ്ഞ് വന്നാലും കൂരിരുകൾ നിറയുമ്പോഴും കുരിശിലെ ക്രിസ്തു നമുക്ക് കൂട്ടിനുണ്ട്, കരുത്തായി അവിടുത്തെ കൃപ സദാ വർഷിച്ചുകൊണ്ട്. കാൽവരിയിലെ കുരിശ് നമ്മെ ഓർപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. അതോടൊപ്പം തന്നെ ആ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കുരിശുകളും ലഘൂകരിക്കുവാൻ, സ്വയം സമർപ്പിക്കുവാനുള്ള പ്രചോദനവും നമുക്ക് പകർന്നു തരുന്നു. സ്നേഹത്തിൻ്റെ പാഠം നമുക്ക് കൂടുതലായി കുരിശ് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, കുരിശ് നമ്മെ സൗഖ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നു. ഈ അടുത്തിടെ പോളണ്ടിൽ വച്ച് നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പരാഗ്വേയിൽ നിന്നുള്ള മിഖേൽ ഏഞ്ചൽ വേര പങ്കെടുത്തിരുന്നു. അയാൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അങ്ങനെ യാത്ര ചെയ്യുവാൻ ഒരു സ്പോൺസറെ കിട്ടി എന്നതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻപിൽ ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ വേദിയിൽ തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാനായി എന്നുള്ളതാണ്. മിഖേൽ ഏഞ്ചൽ ഇപ്പോൾ പരാഗ്വേയിൽ തൻ്റെ ജന്മനാട്ടിൽ ഫാംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വയലേലകൾ എന്ന ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന യുവജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ഏഞ്ചൽ മിഖേലിൻ്റെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു അനുഭവമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരോടൊപ്പം വെറും തമാശയ്ക്ക് വേണ്ടിയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ, ലഹരി പദാർത്ഥങ്ങൾ എടുക്കുവാൻ ഏഞ്ചൽ മിഖേൽ തുടങ്ങിയത്. പക്ഷേ അത് പിന്നീട് പതിവായി മയക്കുമരുന്നില്ലാത്ത ഇത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കുടുംബത്തിൽ നിന്നും പണം അപഹരിച്ചു. അത് കിട്ടാതായപ്പോൾ പുറത്ത് മോഷണമായി മയക്കുമരുന്ന് വാങ്ങിക്കുവാൻ. അങ്ങനെ ഏഞ്ചലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ടു. അതോടെ കുടുംബാംഗങ്ങളെല്ലാവരും, തൻ്റെ അമ്മ ഒഴികെ എല്ലാം ശ്രമിക്കുന്ന തൻ്റെ മാതാവ് ഒഴികെ മറ്റെല്ലാവരും ഏഞ്ചലിനെ വെറുത്തു. 6-7 വർഷത്തെ തടവിന് ശേഷം ഏഞ്ചൽ മിഖേൽ സ്വതന്ത്രനാക്കപ്പെട്ടു. തിരിച്ചു വന്ന് കുടുംബഭവനത്തിലെ ഒരു കുടുസായ മുറിയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി, പുറത്തിറങ്ങാതെ, മറ്റാരോടും ഒരു സംസർഗവുമില്ലാതെ അങ്ങനെ ആ മുറിയിൽ സമയം ചിലവഴിക്കവേ തൊട്ടടുത്തുള്ള ഇടവക പള്ളിയിൽ നിന്ന് ഫാദർ അന്തോണിയോ മിഖേലിനെ കാണുവാനെത്തി. മിഖേൽ ഈ അച്ഛനോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. മിഖേലിനെ അച്ഛൻ പള്ളിയിലേക്ക് ക്ഷണിച്ചു. തൊട്ടടുത്തുള്ള
ഒരു യുവജനങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഫാംസ് ഓഫ് ഹോപ്പിലേക്ക് ക്ഷണിച്ചു. മിഖേൽ പറഞ്ഞു, അച്ഛാ, എന്നോട് ദയവായി എന്നെ ഒന്ന് വെറുതെ വിടും. എനിക്ക് അച്ഛനോട് സംസാരിക്കുവാൻ ഒരാഗ്രഹവുമില്ല. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. എന്നെ ഒന്ന് ഇവിടെ ഒറ്റക്കായിരിക്കുവാൻ അനുവദിച്ചാൽ മാത്രം മതി. ഫാദർ അന്തോണിയോ മിഖേലിൻ്റെ തോളത്ത് ഒന്ന് സ്പർശിച്ച് തലയിൽ ഒന്ന് തലോടി അവിടെ നിന്നും കടന്നുപോയി. അടുത്ത ദിവസവും വൈകുന്നേരം ഫാദർ അന്തോണിയോ മിഖേലിനെ കാണാനെത്തി. അന്നും മിഖേൽ തൻ്റെ അതൃപ്തിയുടെ മുഖഭാവമാണ് ഫാദർ അന്തോണിയോയ്ക്ക് കൊടുത്തത്. പറഞ്ഞു, അച്ഛാ, എന്നെ സമീപിക്കല്ലേ, എൻ്റെ അടുത്ത് വരണമെന്നില്ല. അച്ഛൻ വെറുതെ സമയം പാഴാക്കേണ്ട. അന്നും അച്ഛൻ പറഞ്ഞു, മിഖേൽ, നീ പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ കൂട്ടുകാരെ കാണാൻ വരിക. അതും അവൻ നിരാകരിച്ചു. അങ്ങനെ അടുത്തുള്ള ദിവസങ്ങളിൽ ആ മാസം അവസാന ദിവസം വരെ ഫാദർ അന്തോണിയോ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് തനിക്ക് സമയം കിട്ടുന്നതുപോലെ ഏഞ്ചൽ മിഖേലിനെ കാണാനെത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു മാസത്തെ നിരന്തര സന്ദർശനത്തിൻ്റെ അവസാനം മിഖേൽ പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ ആ ഫാംസ് ഓഫ് ഹോപ്പിലേക്ക് വരാം, പള്ളിയിലേക്ക് വരാൻ എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെ ഈ ഫാംസ് ഓഫ് ഹോപ്പിൻ്റെ ഈ പ്രത്യാശയുടെ വയലേലുകളിലേക്ക് അതിൻ്റെ പടി കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ആ കെട്ടിടത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ തൻ്റെ സമപ്രായക്കാരായ ഒത്തിരി യുവാക്കളെ അവിടെ കണ്ടു. എല്ലാവരുടെയും മുഖം ശ്രദ്ധിച്ചാലറിയാം, അവരെല്ലാവരും മയക്കമരുന്നിന് അടിമയായി ഇരുന്ന വ്യക്തികളാണ്. അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം മിഖേൽ ഏഞ്ചലിന് തോന്നി. സാവധാനം അവിടെ എല്ലാ ദിവസവും വരാൻ തുടങ്ങി. അവിടെ വെച്ച് ഒരു ദിവസം ഏഞ്ചൽ മിഖേൽ മറ്റുള്ളവരോട് പറഞ്ഞു, യേശുവിൻ്റെ സുവിശേഷത്തിന് സൗഖ്യം തരാനാകും. കാൽവരിയിലെ കുരിശിന് കരുത്ത് പകർന്നു തരാനാകും. അങ്ങനെ ആ കരുത്തും സുവിശേഷം നൽകിയ ആനന്ദവും ഏഞ്ചൽ മിഖേലിനെ ഒരു പുതിയ മനുഷ്യനാക്കി. മയക്കമരുന്നിന് അടിമയായ തൻ്റെ സമപ്രായക്കാരെ അതിൽ വിമോചിപ്പിക്കുവാൻ, അവർക്ക് സൗഖ്യം പകരാൻ, അവർക്ക് കരുത്ത് പകരുവാൻ ഏഞ്ചൽ തൻ്റെ ജീവിതം സമർപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, സ്വന്തം കുരിശും വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. കുരിശ് തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് ആ കുരിശുകളിൽ നിന്നും വിജയം കണ്ടെത്തിയ, കാൽവരിയിലെ കുരിശിൽ പിടഞ്ഞു മരിച്ച് ഉദ്ധിതനായ വിജയം വരിച്ച നാഥനാണ് നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് ക്ഷണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവൻ അത് കണ്ടെത്തും. യേശുവിൻ്റെ കുരിശിനെ പുൽകുന്നവർക്ക് സൗഖ്യവും അത് വഴി നൽകുന്ന ഈ സുവിശേഷത്തിൻ്റെ ആനന്ദവും അവർക്ക് സ്വന്തമാകും. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരമാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെ ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കുരിശ് ഈ മടങ്ങി വരവിന് ഈ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്.
ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരമാണ്: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കാൽവരിമലയിലെ ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് സൗഖ്യം പകരുന്നു, ആശ്വാസം ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്നു. ചിക്കാഗോയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് കാർഡിനൽ ബെർണഡിൻ, അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ സമ്മാനം. അദ്ദേഹം ഒരേ സമയം ഒരു ക്യാൻസർ രോഗിയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ശരീരത്തിലെ സർവശക്തിയും കാർന്നു തിന്നുന്ന രക്ത അർബുദത്തിന് അടിമയും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു ലൈംഗിക അപവാദവും നേരിടേണ്ടി വന്നു. രോഗം താങ്ങാനുള്ള ആന്തരിക കരുത്ത് ലഭിച്ചതും മനസ്സാ വാച കർമ്മണ അറിയാതിരുന്ന ഈ ഒരു അപവാദം കൊണ്ടുവന്ന അസ്വസ്ഥതയുടെ കാർമേഘങ്ങൾ, അതിൽ നിന്നെല്ലാം മോചിതനാകുവാനുള്ള ആന്തരിക കരുത്ത് ലഭിച്ചതും അതിൽ നിന്ന് സത്യത്തിൻ്റെ പുതിയ തെളിമ തിരിച്ചു കിട്ടുവാൻ സാധിച്ചതുമെല്ലാം അദ്ദേഹത്തിന് ഈ കാൽവരിയിലെ കുരിശാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ഹൃദയസ്പർശിയായ വിവരണം ഈ ഗിഫ്റ്റ് ഓഫ് പീസ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാനാകും. 1996 നവംബർ 1-ാം തീയതി പുസ്തകത്തിൻ്റെ എഴുത്ത് അദ്ദേഹം പൂർത്തിയാക്കി. അടുത്ത 13-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുക ഇപ്രകാരമാണ്: വെൻ ഐ എംബ്രേസ്ഡ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഐ റിസീവ്ഡ് ദ ഗിഫ്റ്റ് ഓഫ് പീസ് എന്നാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ കുരിശിനെ ആശ്ലേഷിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ സമ്മാനം ലഭ്യമായി. ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നടക്കുന്നവർക്ക് സൗഖ്യം കൈവരുന്നു, ആന്തരിക കരുത്ത് ലഭ്യമാകുന്നു, അതോടൊപ്പം തന്നെ ആശ്വാസം തരുന്ന സമാധാനവും. കാൽവരിയിലെ കുരിശ് മൂന്നാമതായി ഒരു വിമോചനത്തിൻ്റെ അടയാളം കൂടെയാണ്, ജീവൻ്റെ അടയാളം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അങ്ങനെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് കുരിശിൽ ഒരു ബലിയായി സ്വയം സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് വിമോചനം സമ്മാനിക്കുന്നു. അങ്ങനെ കുരിശിൽ നിന്ന് ഒഴുകിയ ചോര വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യലബ്ധിയുടെ ഒരു ചോരയാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്നും, ഇതെൻ്റെ രക്തമാണ്, ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുമെന്നും ക്രിസ്തു പറയുമ്പോൾ തൻ്റെ തന്നെ ശരീരരക്തങ്ങൾ നമുക്കായി ഒരു ത്യാഗബലിയായി പകരുകയാണ്. അതിലൂടെ നമുക്ക് ലബ്ധമാകുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ പുതിയ അനുഭവം തന്നെ. പ്രസിദ്ധ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ബർട്ട്രൻഡ് റസൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്: യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ,
ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ് എന്ന്. നിങ്ങൾ വിമോചിക്കപ്പെട്ട ജനതയായി അവകാശപ്പെടുന്നു, എന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും ചിന്തകളും മറ്റും ആ വിമോചനത്തിൻ്റെ അനുഭവം പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന്. യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ് എന്ന്. തീർച്ചയായും യേശുവിൻ്റെ ആ കാൽവരിയിലെ കുരിശിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വിമോചനത്തിൻ്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധനങ്ങളുടെ, നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകളുടെയും പാപ പിഴകളുടെയും എല്ലാം അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകി ആ വിമോചനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ചുരുക്കത്തിൽ യേശുവിൻ്റെ ആ കാൽവരിയിലെ കുരിശ് ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ സ്നേഹം, അവിടുന്ന് എന്നും നമുക്ക് സമീപസ്ഥനാണ്, അവിടുത്തെ സ്നേഹത്തിന് അതിരുകളില്ല, ആഴമില്ലാത്ത സ്നേഹം നമ്മോട് പ്രകടമാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആ കുരിശിൽ നിന്നും നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ഈ ഒരു സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ ഈ സ്നേഹം കൂടുതൽ പകരുവാൻ, ത്യാഗത്തോടുകൂടെ പകരുവാൻ ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് പ്രചോദനമായി തീരുന്നു. രണ്ടാമതായി, നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും ഹൃദയത്തിലുമൊക്കെ നിലകൊള്ളുന്ന അസ്വസ്ഥതകളെല്ലാം അകറ്റിക്കൊണ്ട് നമ്മെ ആ സൗഖ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന സമാധാനത്തിൻ്റെ അനുഭവം നമ്മിലേക്ക് കൊണ്ടുവന്നു വരുന്ന ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്കെന്നും പ്രചോദനമാണ്. മൂന്നാമതായി, നമ്മുടെ തന്നെ ബന്ധനങ്ങളിൽ നമ്മളെ വിടുവിപ്പിക്കുന്ന ആ വിമോചനത്തിൻ്റെ അനുഭവം ക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കാൽവരിയിലെ ആ കുരിശിലെ നാഥനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും കുരിശിൽ ഒരു ത്യാഗബലിയായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചതും പ്രഥമവും പ്രധാനവുമായി അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ്. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരായിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുവാൻ വേണ്ട കൃപ തരയണമേ. കുരിശിലെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും വിമോചനവും പകരുവാൻ അങ്ങ് കൃപയേകണമേ. പ്രിയമുള്ളവരെ, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ ശ്രദ്ധേയമായ ഈ വാക്യം, ക്രോസ് ഇസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കുരിശുകൾ മനുഷ്യജീവിതത്തിൽ പ്രശ്നമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം, ആശ്വാസം. ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കാം. ഉത്തരം ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശിനെ ആശ്ലേഷിക്കാം. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും, സൗഖ്യം നൽകി അനുഗ്രഹിക്കും, വിമോചിപ്പിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.